ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയുടെ സംസ്കാര ചടങ്ങുകൾ ഇറാനിലെ തെഹ്റാനിൽ പുരോഗമിക്കവേ അമേരിക്ക ആഘോഷത്തിലായിരുന്നു. ജൂലൈ 4 അമേരിക്കൻ ഐക്യനാടുകൾക്ക് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ 250-ാം വാർഷികമാണ്. സമത്വം, സ്വാതന്ത്ര്യം, സന്തോഷത്തിനായുള്ള അന്വേഷണം എന്നിവയെക്കുറിച്ചാണ് ഈ ഘട്ടത്തിൽ അമേരിക്ക സംസാരിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് നാം കണ്ടത് അമേരിക്കയുടെ അടങ്ങാത്ത ചോരക്കൊതിയിലില്ലാതായ പരമോന്നത നേതാവിനെ ഓർത്ത് ലക്ഷങ്ങൾ കണ്ണീർ വാർക്കുന്നതാണ്. അമേരിക്ക തുലയട്ടെ, ഇസ്രായേൽ തുലയട്ടെ, പ്രതികാരം എന്നീ മുദ്രാവാക്യങ്ങൾ കൊണ്ട് ചടങ്ങ് നടക്കുന്ന തെഹ്റാൻ പരിസരമാകെ മുഖരിതമായിരുന്നു. അതുകൊണ്ട് അമേരിക്കൻ ഭരണവർഗം സ്വാതന്ത്ര്യത്തിൻ്റെ 250-ാം വാർഷികം ആഘോഷിക്കുകയും സ്വാതന്ത്ര്യം, സമത്വം, സമാധാനം, ജനാധിപത്യം എന്നിവയെക്കുറിച്ച് വീണ്ടും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ ലോകമാകെയുള്ള മനുഷ്യർ ചോദിക്കുന്നു, ആർക്കാണ് സ്വാതന്ത്ര്യം, ആർക്കാണ് സമത്വം, ആർക്കാണ് സമാധാനം, ആർക്കാണ് ജനാധിപത്യമെന്ന്. ഈ ചോദ്യങ്ങൾ ചെന്നു പതിക്കുന്നത് അമേരിക്കൻ ഭരണകൂടത്തിന് നേർക്ക് തന്നെയാണ്. അമേരിക്കയുടെ യഥാർത്ഥ ചരിത്രം കേവലം സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രം മാത്രമല്ല. അത് അധിനിവേശം, അടിമത്വം, വംശഹത്യ, കൊള്ളയടി, സൈനികാക്രമണം, അട്ടിമറികൾ, ഉപരോധങ്ങൾ, അധിനിവേശങ്ങൾ, സാമ്രാജ്യത്വാധിപത്യം എന്നിവയുടേതു കൂടിയാണ്. തുടക്കം മുതൽ തന്നെ അമേരിക്കയുടെ കൈകളിൽ ചോര പതിഞ്ഞിരുന്നു. എബ്രഹാം ലിങ്കന്റെ മഹത്തായ ചരിത്രം മറക്കുന്നില്ല. പക്ഷേ എല്ലാ പ്രതിച്ഛായയും തകർത്തുകൊണ്ടാണ് അമേരിക്ക സഞ്ചരിച്ചത്. സ്വാതന്ത്ര്യത്തിൻ്റെ 250-ാം വാർഷികത്തിൽ കമ്മ്യൂണിസത്തെ കടന്നാക്രമിക്കുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയാണ് ലോകം കാണുന്നത്. ജനങ്ങളെ അഭിസംബോധന ചെയ്യവേ കമ്മ്യൂണിസം അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാണെന്ന് ട്രംപ് പറഞ്ഞു. രാജ്യത്തിനുള്ളിലെ വിപ്ലവകാരികളിൽ നിന്നും തീവ്രവാദികളിൽ നിന്നും അമേരിക്കയുടെ സ്വത്വം പുതിയ ആക്രമണം നേരിടുകയാണെന്ന് ട്രംപ്. കമ്മ്യൂണിസ്റ്റ് ശല്യം പുനരുജ്ജീവിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സത്തയെ നമ്മിൽ നിന്ന് എടുത്തുമാറ്റാനും ചരിത്രത്തിൽ നിന്ന് നമ്മെ അകറ്റാനും സമീപ വർഷങ്ങളായി ശ്രമം നടക്കുന്നുണ്ടെന്നും ട്രംപിൻ്റെ ആക്ഷേപം. ഭൂമിയിലെ സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഏറ്റവും വലിയ ശക്തി അമേരിക്കയാണെന്ന മട്ടിൽ ഭരണവർഗം സംസാരിക്കുമ്പോൾ ന്യൂയോർക്ക് മേയർ സെഹ്റാൻ മംദാനി ട്രംപിൻ്റെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ സംസാരിച്ചു. വിഭാവനം ചെയ്ത പൂർണ്ണതയ്ക്കായി ഓരോ ദിവസവും പ്രയത്നിക്കുന്ന വൈരുദ്ധ്യങ്ങളുടെ രാഷ്ട്രമെന്നാണ് നെ മംദാനി വിശേഷിപ്പിച്ചത്. അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ അവകാശവാദങ്ങൾ പൊള്ളയായ വാചക കസർത്തുകൾ മാത്രമാണ്. 20-ാം നൂറ്റാണ്ടിൽ മുതലാളിത്തം സാമ്രാജ്യത്വമായി രൂപപ്പെടുമ്പോൾ ലോകത്തിലെ പ്രമുഖ സാമ്രാജ്യത്വ ശക്തിയെ അമേരിക്ക മാറി. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഭീഷണിയായ ഇടങ്ങളിലെല്ലാം ജനാധിപത്യം നശിപ്പിച്ചുകൊണ്ട് അമേരിക്ക അരങ്ങേറി. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബാക്രമണം ഏറ്റവും ഭയാനകമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നായി ഇവിടെയുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നവ കൊളോണിയൽ ആധിപത്യത്തിന്റെ വക്താക്കളായി അമേരിക്ക മാറി. ട്രംപ് പ്രസിഡന്റ് പദവിയിൽ വീണ്ടും എത്തിയതോടെ ലോകത്തിനു മുമ്പിൽ അനുദിനം പരിഹസിക്കപ്പെടുകയും വെറുക്കപ്പെടുകയും ചെയ്യുന്ന രാജ്യമായി അമേരിക്ക നിലകൊള്ളുകയാണ്. ചുരുക്കത്തിൽ അമേരിക്ക ഒരു കൊലയാളി രാഷ്ട്രം മാത്രമാണ്.